എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ആൻഡ് നെറ്റിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമേശ്വരത്തേക്ക് ഒരു യാത്ര പോവുക കേട്ടോ. കേരളത്തിൽ നിന്ന് രാമേശ്വരത്തേക്ക് ആകെ ഒരേ ഒരു ട്രെയിനുള്ളൂ. അത് അമൃത എക്സ്പ്രസ് ആണ്, 16343. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 8:30 പുറപ്പെട്ടിട്ട് രാമേശ്വരത്ത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12:30 എത്തുന്ന ട്രെയിനാണ്. ഞങ്ങൾ കയറുന്ന ആലുവയിൽ നിന്നാണ്. ആലുവയിൽ രാത്രി 1 മണിക്കാണ് ആ ട്രെയിൻ വരുന്നത്. അപ്പോൾ ആ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ എല്ലാ ട്രിപ്പുകളും കാറിലാണ് പോകാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഒരു 10-12 പേരുണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് ആണ് ഇപ്രാവശ്യം ട്രെയിൻ ബുക്ക് ചെയ്തത്. ഇപ്പോൾ നിർത്തിയിരിക്കുന്ന സ്ഥലം ഡിണ്ടിഗലാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് നല്ല മനോഹരങ്ങളായ കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. തെങ്ങിൻ്റെ കൃഷിയുണ്ട്, അതുപോലെ ഒട്ടനവധി കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതൊരു രസമുള്ളൊരു കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ പഴനി, മധുര തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവർക്കും ഈ ട്രെയിൻ തന്നെ ചൂസ് ചെയ്യാം കേട്ടോ. ആലുവയിൽ നിന്ന് രാത്രി 1 മണിക്കാണ്. 1 മണിക്ക് ആലുവയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പഴനിയിൽ രാവിലെ 6 മണിക്ക് എത്തും. അതുപോലെ 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മധുരയിലും എത്തും. പിന്നെ 12:30 രാമേശ്വരത്തും എത്തും. അങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ ഒരു ഷെഡ്യൂൾ പോകുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാമ്പൻ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ പാമ്പൻ ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം. തീവണ്ടിക്ക് പോകാനുള്ള പാലവും മറ്റ് വാഹനങ്ങൾക്കുള്ള പാലവും സമാന്തരമായി ഉണ്ടെങ്കിലും ഈ തീവണ്ടി പാലത്തിനെയാണ് പ്രധാനമായും പാമ്പൻ പാലമെന്ന് വിളിച്ചിരുന്നത്. റോഡ് പാലത്തിനേക്കാളും പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള തീവണ്ടി പാലത്തിന് ഈ പേര് പണ്ടേ പതിഞ്ഞിരുന്നു. ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള പാമ്പൻ പാലം രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 2345 മീറ്റർ നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തെ ഏറ്റവും നീളമുള്ള 2ാമത്തെ കടൽപ്പാലമാണ്. 1ാമത്തെ അല്ല കേട്ടോ, 1ാമത്തെ അടൽ സേതുവാണ് മുംബൈയിലുള്ള. കപ്പലുകൾക്ക് കടന്നുപോകാൻ സൗകര്യമൊരുക്കി പകുത്തുമാറാൻ കഴിയുന്ന രീതിയിലാണ് പാലത്തിന്റെ നിർമ്മാണം. പ്രധാന കരയും രാമേശ്വരം ഉൾപ്പെടുന്ന പാമ്പൻ ദ്വീപിനും ഇടയിലുള്ള പാക് കടലിടുക്കിനും കുറുകെയാണ് പാലം. മീറ്റർ ഗേജ് തീവണ്ടികൾക്ക് മാത്രം കടന്നുപോകാൻ കഴിഞ്ഞിരുന്ന പഴയ പാലം റെയിൽവേ വിപുലീകരണത്തിന്റെ ഭാഗമായി 2007 ബ്രോഡ് ഗേജായി മാറി. പഴയ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കപ്പെട്ട പുതിയ പാലം 2025 ഏപ്രിൽ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. നമ്മളങ്ങനെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ വിശ്രമിക്കാൻ വേണ്ടി 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ AC റൂമുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ ഈ AC റൂമിൽ മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മുടെ കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ആ AC റൂമിലാക്കിയിട്ട് മണിക്കൂറിന് 20 രൂപയാണ് ആക്കിയിട്ട് നമ്മൾ നേരെ രാമേശ്വരം അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ റൂം നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കണ്ടോ, റെയിൽവേയുടെ റിട്ടയറിംഗ് റൂം. അപ്പോൾ റിട്ടയറിംഗ് റൂം എടുക്കാൻ പ്ലാനുള്ളവർ വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ 1.5 മാസം മുമ്പ് ട്രൈ ചെയ്തിട്ട് പോലും കിട്ടിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ അതിനുശേഷം നമ്മൾ റൂം എടുത്തു. അത് കഴിഞ്ഞ് നടന്ന് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് അബ്ദുൽ കലാമിൻ്റെ ഹൗസ്. അദ്ദേഹം പണ്ട് താമസിച്ചിരുന്ന വീടാണത്. ഇപ്പോൾ അതൊരു മ്യൂസിയമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന ഒരു സുവനീർ ഷോപ്പും കൂടിയാണ്. അപ്പോൾ വലിയ പ്രൈസൊന്നുമില്ല കേട്ടോ ഇവിടെ കമ്പാരിറ്റീവ്ലി. അപ്പോൾ റൂമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ റൂം ഞാൻ എടുത്തത് 4 റൂമാണ് നമ്മൾ 2 ദിവസത്തേക്ക് എടുത്തത്. മൊത്തത്തിൽ 20,000 രൂപയായി. കുറച്ച് കൂടുതലാണ് കേട്ടോ പൈസ. അത്ര വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല അവിടെ. കാരണം ഈ ഒരു സമയത്ത് വന്നുകൊണ്ട്, ഇപ്പോൾ സീസണാണെന്ന് തോന്നുന്നു, അപ്പോൾ ഈ സമയത്ത് വന്നുകൊണ്ട് നമുക്ക് ഒരു അഫോർഡബിൾ പ്രൈസിലൊന്നും കിട്ടുന്നില്ല. തൊട്ടടുത്തൊന്നും ഒരു സ്ഥലത്തും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു എമൗണ്ട് കൊടുത്തിട്ട് 20,000 രൂപയോളം കൊടുത്തിട്ട് നമ്മളിങ്ങനെ 4 റൂം എടുത്തത് 2 ദിവസത്തേക്ക്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചുകൂടി രസം. ഈ ക്യാമറയിലൊന്നും അത്രയൊരു എഫക്റ്റ് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ മുൻകവാടത്തിലൂടെ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി. അപ്പോൾ അകത്ത് വീഡിയോ അലൗഡ് അല്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെയുള്ള ആൾക്കാർ ശ്രീകോവിലിൻ്റെ അടക്കം വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനൊന്നും മുതിരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്നുള്ള ചെറിയൊരു ക്ലിപ്പാണ് കേട്ടോ അത്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഏകദേശം രൂപത്തിലുള്ള ഒരു ശില്പങ്ങളാണ് ഇവിടെ കൊത്തുപണി ചെയ്തു വച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പെയിൻറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഒറ്റക്കല്ല് അങ്ങനെ തന്നെയാണ്. ഇവിടെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത്. നൈറ്റ് ആയതുകൊണ്ട് വീഡിയോയ്ക്ക് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ഞാൻ നെക്സ്റ്റ് ഡേ നമ്മൾ അടുത്ത എപ്പിസോഡിൽ അമ്പലത്തിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ വടക്കേ വശത്തെ ഗോപുരത്തിന് നേരെ ഓപ്പോസിറ്റ് ഒരു 100 മീറ്റർ നടന്നപ്പോൾ അഗ്നി തീർത്ഥം എത്തി. ഇതാണ് അഗ്നി തീർത്ഥം. ബലിയിടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവിടെയാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന രാത്രി ഏകദേശം 9 മണി 10 മണിയായി. അപ്പോൾ ഈ സമയത്ത് ഒന്നുമില്ല ഇവിടെ. രാവിലെ 6 മണി മുതൽ തുടങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നാളെ വരണം. നാളെ വന്നിട്ട് അത് വേറൊരു റീലായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ ഇപ്പോൾ തന്നെ ടൈം ഒരുപാടായി. അപ്പോൾ നൈറ്റിൽ ഇവിടെ നല്ല എഫക്റ്റാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റും അതുപോലെ കടൽ തീരത്ത് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഇവിടെ അതുപോലെ തന്നെ കഴിക്കാനുള്ള കപ്പലണ്ടി മുതലായ കാര്യങ്ങൾ വിൽക്കുന്ന ഒരുപാട് കടക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നൈറ്റ് നമ്മളിപ്പോൾ റൂമിൽ പോയിരുന്നിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കുറച്ച് നേരം കൂടി ഒരു 10-11 മണി വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് അടുത്ത റീലിൽ കാണാം. ഓക്കെ ബൈ.